സുധീഷ് ബ്രോ, ഏറ്റവും കോമൺ ആയിട്ടുള്ള വൈറ്റമിൻ ഡെഫിഷ്യൻസി ഏതാ? വൈറ്റമിൻ ഡി. വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഒന്ന് മടങ്ങിയ പൊട്ടുന്ന എല്ലാണോ നിങ്ങളുടെ? കൂടുതലും സൺലൈറ്റ് എക്സ്പോഷർ ഇല്ലാണ്ട് AC റൂംസിൽ വർക്ക് ചെയ്യുന്നവരാണോ നിങ്ങൾ? ഹെയർ ഫാൾ അധികമായിട്ട് ഉണ്ടാവാറുണ്ടോ? മൂഡ് സ്വിങ്സ്, ആൻസൈറ്റി, ഡിപ്രഷൻ, എല്ലുകൾക്ക് വേദന, നിങ്ങളുടെ മസിൽസിന് വേദന, അമിതമായ ക്ഷീണം കാര്യങ്ങളൊക്കെ ഉണ്ടാവാറുണ്ടോ? എങ്കിൽ തീർച്ചയായും നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യണം. വൈറ്റമിൻ ഡിയുടെ മെയിൻ സോഴ്സ് എന്ന് പറയുന്നത് സൺലൈറ്റ് ആണ്. എല്ലാവർക്കും ഉള്ള ഒരു തെറ്റിദ്ധാരണയാണ് പുലർച്ചെയുള്ള വെയിൽ കൊണ്ടാൽ വൈറ്റമിൻ ഡി കിട്ടുമെന്നുള്ളത്. വൈറ്റമിൻ ഡി കിട്ടണമെങ്കിൽ രാവിലെ 10 മണി മുതൽ 2 മണി വരെയുള്ള വെയിലാണ് നിങ്ങൾ കൊള്ളേണ്ടത്. വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡായ ഫിഷസ്, അതായത് അയല, മത്തി, ചൂര, മുട്ടയുടെ മഞ്ഞക്കരു, ചിക്കൻ ലിവർ, ബീഫ് ലിവർ, ഫിഷ് ലിവർ, ഇതൊക്കെ കഴിച്ചാൽ വൈറ്റമിൻ ഡി നിങ്ങളുടെ ശരീരത്തിൽ കിട്ടും. പക്ഷെ നിങ്ങൾ കഴിക്കുന്ന വൈറ്റമിൻ ഡി എന്ന് പറയുന്നത് ഇനാക്റ്റീവ് ഫോമിലുള്ളതാണ്. സൺലൈറ്റ് ഇല്ലാണ്ട് ഈ ഒരു ഇനാക്റ്റീവ് ഫോമിൽ ഇരിക്കുന്ന വൈറ്റമിൻ ഡിയെ നിങ്ങൾക്ക് ആക്റ്റീവ് ഫോമിലേക്ക് മാറ്റാൻ കഴിയില്ല. വൈറ്റമിൻ ഡി ആണ് നിങ്ങളുടെ എല്ലുകൾക്ക് വേണ്ട കാൽസ്യത്തിനും ഫോസ്ഫേറ്റിനും ഉള്ള അബ്സോർപ്ഷൻ സഹായിക്കുന്നത്. വൈറ്റമിൻ ഡി ഇല്ലെങ്കിൽ നിങ്ങളുടെ എല്ലുകൾ സോഫ്റ്റ് ആവാനും അത് പെട്ടെന്ന് ഒടിഞ്ഞു പോകാനുള്ള ചാൻസുകളുണ്ട്. ഒരു സിമ്പിൾ ബ്ലഡ് ഇൻവെസ്റ്റിലൂടെ നിങ്ങളുടെ വൈറ്റമിൻ ഡി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാം. 30 to 100 ആണ് വൈറ്റമിൻ ഡിയുടെ നോർമൽ റേഞ്ച്. 20 to 30 ആണെങ്കിൽ അത് ഇൻസഫിഷ്യന്റ് ആണ്. ലെസ് ദാൻ 20 ആണെങ്കിൽ അത് ഡെഫിഷ്യന്റ് ആണ്. സോ ഇന്ന് തന്നെ നിങ്ങളുടെ വൈറ്റമിൻ ഡി നിങ്ങൾ ചെക്ക് ചെയ്യുക. അത് കുറവാണെങ്കിൽ നിങ്ങൾ ഡോക്ടറെ കണ്ട് ആവശ്യത്തിനുള്ള സപ്ലിമെന്റ് ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ വൈറ്റമിൻ ഡി അടങ്ങിയ ഫുഡ് നിങ്ങളുടെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. മോർ ദാൻ സൺ എക്സ്പോഷർ ഈസ് ദ മെയിൻ തിങ്. ഗുഡ് സൺ എക്സ്പോഷറും ഉറപ്പുവരുത്തുക.